തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റോളില്ലാതെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. കോർപ്പറേഷൻ ഭരണം നഷ്ടമായ ശേഷം പൊതുവേദികളിൽ സജീവമല്ലാത്ത ആര്യ ദേശീയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി പങ്കെടുത്ത നേമം മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിനാണ് ആദ്യമെത്തിയത്. പക്ഷേ കാഴ്ചക്കാരിയുടെ റോൾ മാത്രമാണ് മുൻ മേയർക്കുണ്ടായിരുന്നത്. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ CPM ആവേശത്തോടെ നടത്തിയ പരീക്ഷണമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. പക്ഷേ 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന്. സംഭവം മനോരമയിൽ വന്നൊരു ന്യൂസാണ്. മനോരമയിൽ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. മനോരമ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഏതൊരു മനുഷ്യനും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരെ തഴഞ്ഞത് തന്നെയാണ്, വേറെ ഒന്നുമല്ല, അവരെ തഴഞ്ഞത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മേയറായിരുന്ന ഒരു കോർപ്പറേഷൻ ഭരണം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. തിരുവനന്തപുരം മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന യുവതി. ഭയങ്കരമായിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആവേശത്തോടു കൂടിയാണ് ആര്യ രാജേന്ദ്രൻ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പാർട്ടിയിൽ ഉള്ളവർ തന്നെ എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രനെ പുകച്ച് പുറത്ത് ചാടിക്കാനോ അല്ലെങ്കിൽ വേണ്ട ഇവരങ്ങനെ സുഖിക്കണ്ട എന്നുള്ള തരത്തിലോ വരുത്തി തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരെന്ന് പറഞ്ഞാൽ മുഖവെളിച്ചത്തിലൊക്കെ അതായത് ആര്യ രാജേന്ദ്രൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അല്ല ആര്യ രാജേന്ദ്രൻ പറഞ്ഞതാണ് ശരി എന്ന് വെക്കുമ്പോഴും പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യയെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനോരമ ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് എം.എ. ബേബി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മുൻ മേയറായ ആര്യ രാജേന്ദ്രന് യാതൊരു റോളുമില്ല. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാൾ കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ MLA ആയിരിക്കുന്ന ആൾക്കാർക്ക് വരെ അതിനകത്ത് റോള് വേണമെന്നില്ല, അതല്ല പറയുന്നത്. എന്നാലും എവിടെയൊക്കെയോ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നിച്ച ആര്യ രാജേന്ദ്രനെ എല്ലാവരും തഴയുകയാണോ എന്നുള്ള ഒരു തോന്നല്, ആ തോന്നൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാളെയും കുറ്റം പറയരുത്. പക്ഷേ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കള് ഇപ്പോഴും MLA-യും MP-യും ഇവരൊക്കെ ആയ ചെറിയ പ്രായത്തിലെ MLA ഒക്കെ ആകുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇല്ലെങ്കിൽ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രനെയോ ഇല്ലെങ്കിൽ ഇപ്പോഴും പി പി ദിവ്യയും ഇതുപോലെ പെട്ടുപോയതാണ്. അവർക്കും സീറ്റും കാര്യങ്ങളൊന്നുമില്ല. കണ്ണൂർ ജില്ലയിലെ വളർന്നു വരുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു നേതാക്കളിലെ ഒരാൾ തന്നെയായിരുന്നു ദിവ്യ. ഒരുപക്ഷെ ശ്രീമതി ടീച്ചർക്ക് പകരമായിട്ട് വരും എന്ന് പോലും വിചാരിച്ചതായിരുന്നു. പക്ഷേ അവർക്കും കരകയറാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്, നവീൻ ബാബുവിൻ്റെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജനമനസ്സിൽ നിന്നും അവരെ അങ്ങ് എല്ലാവരും പിഴുതെറിഞ്ഞു. അതുപോലെ തന്നെയാണ് ആര്യ രാജേന്ദ്രനും സംഭവിച്ചത്. അതായത് ആ ഡ്രൈവറുമായിട്ടുള്ള ഒരു പ്രശ്നം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന പോലെ ആ ഡ്രൈവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സാധാരണക്കാരൊക്കെ വിചാരിക്കുന്നത് അറിയാം, ഡ്രൈവറുടെ ഭാഗത്താണ് ശരി, ഇവർ ചെയ്തതാണ് ശരി എന്ന് തെറ്റ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോഴ്സിൻ്റെ കൂടെ ഒരാൾ പോലും നിൽക്കൂല. സാധാരണക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാധാരണക്കാരൻ്റെ കൂടെയാണ് നിൽക്കുക. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളത് ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡായ MLA, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, പിന്നെ പാർട്ടിയുടെ സംവിധാനങ്ങൾ മുഴുവനുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിന്നത് യദുവിൻ്റെ കൂടെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും തിരുവനന്തപുരത്തെ തന്നെ ഇല്ലാതാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരിക്കലും BJP കിട്ടത്തില്ല. അവിടെ BJP കിട്ടേണ്ടിക്ക് നല്ല പണിയെടുക്കണം. പക്ഷേ ഇത് മാത്രം, ഈ ഒരു സംഭവം മാത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നപ്പോഴേ ശരിക്കും പറഞ്ഞ അവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ്, ആ നേതാവാണ് അവിടെ പോയിരിക്കുന്നത്. അത് ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മന്ത്രിയായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ശൈലജ ടീച്ചർക്കൊക്കെ ശേഷം എന്ന് പറഞ്ഞൊരു മന്ത്രിയായിട്ടൊക്കെ വരേണ്ടത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. ഇനിയും സമയമുണ്ട്, സമയമില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇനി അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവരെ കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അവരെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള വോട്ട് കൂടി പോകുമോ എന്നുള്ളൊരു ഭയമാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെ ഒന്നും അടുപ്പിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും പറയാൻ പറ്റൂല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ പോലെയൊന്നല്ല എല്ലാവർക്കും വേണ്ടത് ഇപ്പോഴും അധികാരം മാത്രമാണ്. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ഓരോ നേതാവിൻ്റെയും അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, എല്ലാവരുടെയും മനസ്സിലെന്ന് പറഞ്ഞാൽ അധികാരം തന്നെയാണ്. ഇനി MLA-യോ MP ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല,
ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബോർഡുകൾ ഇവിടെ വരാനുണ്ട്. ആ ബോർഡുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇന്നോവ കാറ് കിട്ടും. ആ കാറിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും BJP ആയാലും എല്ലാ നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ എല്ലാവരും അങ്ങ് ജനസേവനത്തിനൊന്നും അല്ല. ചില ആൾക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്നോവ ഏതെങ്കിലും ഒരു ബോർഡിന്റെ ചെയർമാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ് മെമ്പറോ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ ഇവർക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള ചില തത്രപ്പാടുകളും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടത് അധികാരം മാത്രമാണ്. ആ അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലാതെ പഴയ ആ ഒരു ജനസേവനം മാത്രം ലക്ഷ്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും പണം വേണോ? ഒന്നാമത് ജീവിക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ് നമ്മുടെ നാട്ടിൽ. ഇനി ഞാനൊരു നേതാവാണ് എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും തരത്തില്ല. തരുവോ? ആരെങ്കിലും തരുവോ? ഇപ്പോൾ മുനീർ സാഹിബിന്റെ കഥ തന്നെ നിങ്ങൾ കണ്ടതല്ലേ? അയാൾക്ക് 49 ലക്ഷത്തോളം കടമുണ്ടായി. ആരെങ്കിലും വീടാമല്ലോ? അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയോട് പറഞ്ഞപ്പോഴേ പാർട്ടി അറിഞ്ഞപ്പോഴേ പാർട്ടി വീടിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാല് പിടിക്കണോ? ഒരിക്കലും പിടിക്കണ്ട. ഇതാണ് സകല നേതാക്കന്മാരും ആലോചിക്കേണ്ട ഒരു കാര്യം. അതായത് വെറും ജനസേവനം മാത്രമായി പോകരുത്, അവനവന്റെ കാര്യങ്ങൾ കൂടി കുറച്ച് നോക്കണം. അല്ലെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജനങ്ങൾ അല്ല എല്ലാം പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പെട്ടുപോകും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പദവി കൊടുത്തിട്ടില്ല എന്ന് കരുതിയിട്ട് അവരെങ്ങനെ ഇതായി പോകത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഇനി അവരൊന്ന് വളർന്നു വരണമെങ്കിൽ വലിയ പാടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനമനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ കയറി പറ്റുക എന്നുള്ളത് ഭയങ്കര അസാധ്യമാണ്. അതുകൊണ്ട് ഇനി വരുന്ന നേതാക്കന്മാർ, യുവ നേതാക്കന്മാർ ചിന്തിക്കേണ്ടത്, അതായത് നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പണക്കാൻ നിൽക്കരുത്. അത് എന്തിൻ്റെ പേരിലായാലും ശരി, ജനങ്ങളെ പണക്കാൻ ഒരാൾ പോലും നിൽക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി. കാരണം ജനങ്ങൾ എപ്പോഴും സാധാരണക്കാരുടെ കൂടെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ജനപ്രതിനിധി ആണെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പക്ഷത്ത് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവനെതിരെ ആഞ്ഞടിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരന്റെ കണ്ണീരിന്റെ മുന്നിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ യദുവിനെ കൊണ്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ചോറ് വാരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ യദു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും KSRTCന്റെ അടുത്ത് നിന്ന് ഒഴിവായതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാൾ 10,000-2,000 രൂപേന്റെ പണിയെടുക്കുന്നുണ്ട്. അതായത് സ്വിഗ്ഗി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഭക്ഷണ വിതരണമാണ്. അതൊന്നും കുറച്ചിലുള്ള ജോലിയൊന്നുമല്ല. അതായത് തോന്നുമ്പോൾ ജോലി ചെയ്താൽ മതി, നല്ല പൈസ ഉണ്ടാക്കാം, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കാം. ഈ KSRTCയിൽ പോലെ 5-6 മണിക്കൂർ ഇങ്ങനെ ഒരേ ഇരുത്തൊന്നും ഇരിക്കണ്ട. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാന്യമായിട്ട് വീട്ടിൽ പോകാൻ പെട്ടെന്ന്. പക്ഷെ ഇവിടെയാണെങ്കിൽ തന്നെ കുറേ നേരം ഇരിക്കണം. അതുമാത്രവുമല്ല, ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം, ആര്യ രാജേന്ദ്രന്റെ പ്രശ്നമല്ല യദുവിനെ ഒഴിവാക്കിയത്, അയാൾ ഏതോ ഒരാളുമായിട്ട് അവിടെ നിങ്ങോ വരെ സംസാരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയോടോ? ഒരിക്കലും കഴിയില്ല. എല്ലാവരും അവനവന്റെ കാര്യം നോക്കിയിട്ട് പോയപ്പോഴേ ശരിക്കും പറഞ്ഞ ആര്യ രാജേന്ദ്രനെ എല്ലാവരും കൂടി തഴഞ്ഞു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.